ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ലേശം ബീട്രൂട്ട് എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളായിരുന്നു, അത് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 1 പീസേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കുഞ്ഞൊരു പീസായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ആദ്യം എടുത്തപ്പോൾ ബീട്രൂട്ട് കാണിക്കഞ്ഞത്. അതൊന്ന് തിളച്ച് വരട്ടെ. ഇത് നമുക്ക് ഹെൽത്തിയാണ്. ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല കളർ ഉണ്ടാകുവാനും അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത്. ക്യാരറ്റ്, അതേപോലെ തന്നെ നമ്മുടെ റാഗി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. റാഗിയും ക്യാരറ്റും നല്ല ഒരു കോമ്പിനേഷനാണ്. ഷുഗർ പേഷ്യൻറ്റിനാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ നമ്മുടെ തടി കുറയ്ക്കുവാനും ഒക്കെ ബെസ്റ്റാണ്. തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി രാവിലെ 1 ഗ്ലാസ് വീതം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പൊന്നും ഉണ്ടാകുകയില്ല. ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കിയ, ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഹെൽത്തി പൗഡർ തയ്യാറാക്കുന്നതിൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കൂ. അത് 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വിറ്റമിൻസിൻ്റെ എല്ലാം ഒരു നിറകുടവെന്ന് നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ കൂട്ടാണ്. എല്ലാ വിറ്റമിൻസും ആ 1 സ്പൂണ് പൗഡറിൽ അടങ്ങിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. ഇതിനകത്ത് വെജിറ്റബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ഫൈബറുണ്ട്, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 4-5 ഡേറ്റ്സ്. 4-5 വെച്ചാൽ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഡേറ്റ്സ് ആണ്, അതുകൊണ്ട് ഏറ്റവും വലിപ്പമുള്ള നമ്മുടെ ഡേറ്റ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു 5 എണ്ണം എടുത്തത്. നമ്മൾ ചെറിയ ഡേറ്റ്സ് ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ആഡ് ചെയ്യുക. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും ഇത്രയും വലിയ ഡേറ്റ്സ്. സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ ഈ സ്ഥലമല്ലേ വന്നിട്ട് ഒരു 10-22 വർഷത്തോളമായി. പക്ഷേ ഇത്രയും വലിയ ഡേറ്റ്സ് ഞാൻ വാങ്ങിയിട്ടില്ല, അതാണ് സത്യം. നമ്മൾ ചെറിയ ഡേറ്റ്സ് അല്ലേ വാങ്ങിക്കുക. ഇത് ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 5 എണ്ണം എടുത്തിട്ട് നല്ല മധുരമായിരുന്നു. അത് നമ്മൾ സ്മൂത്തി ആക്കി കഴിയുമ്പോൾ നല്ല മധുരമാണ്. അതിന് നമ്മൾ മറ്റ് മധുരങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു പീസ്, ചെറിയ ഒരു പീസ് ശർക്കര കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ആ റാഗിയുടെ ആ ടേസ്റ്റ് വളരെ നന്നായിരിക്കും. ഞാൻ 2ാമത്തെ ദിവസം, ഇതിപ്പോൾ ആദ്യത്തെ ദിവസം തയ്യാറാക്കിയതിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഇതേപോലെ തന്നെ തയ്യാറാക്കിയ കൂട്ടത്തിൽ ഞാൻ ഒരു കഷ്ണം, ഒരു ചെറിയൊരു കുഞ്ഞൊരു പീസ്, ഒരു ക്യൂബിൽ ഉള്ള നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 4-1 ഭാഗം ശർക്കര കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മളിത് ഒരു കുഞ്ഞൊരു പീസ് ശർക്കര കൂടി ആഡ് ചെയ്തിട്ട്, നിങ്ങൾ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട, നമ്മൾ ശർക്കര കൂടി ആഡ് ചെയ്തിട്ട് തയ്യാറാക്കിയെടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് പിന്നെ ഷുഗറും ശർക്കരയൊന്നും ചേർക്കാതെ ആണെങ്കിൽ നമ്മൾക്ക് ടേസ്റ്റായിട്ട് തന്നെ തോന്നും. പക്ഷേ കുട്ടികൾക്കത് കൊടുക്കുമ്പോൾ അല്പം ശർക്കരയോ തേനോ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ആഡ് ചെയ്തത് ഡേറ്റ്സ് ആണ്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പാല് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് നന്നായി തണുത്ത് വരുമ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ അപ്ലോഡ് ചെയ്യാൻ. അത് ഹെൽത്തിന് ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കണം.
അതെല്ലാം ശരിയായി വരും. അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത കൂട്ട് ഒന്നിക്കുന്നതിനാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്തിരി ഒന്ന് ഗ്യാപ്പ് എടുക്കുന്നത്. പിന്നെ എല്ലാവരും വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു 625 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദി അറിയിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മളെ വീഡിയോസ് കാണാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാ ചില ഫ്രണ്ട്സ് ഉണ്ട്. വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ അങ്ങ് സ്പാമായി പോകും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും നമ്മൾ പുതിയൊരു വീഡിയോയുമായി വരും, ഉടൻ തന്നെ വരും. ഹെൽത്തൊക്കെ ഒന്ന് ക്ലിയറായി വരട്ടെ. അപ്പോൾ ഞാൻ ഒന്നിക്കുന്നതിനാടം വീഡിയോ അപ്ലോഡ് ചെയ്യാം. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ഇനി ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. ബൈ ഡിയേഴ്സ്.